ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. എങ്ങനെ നമുക്ക് ഒരു സെൻറ്റൻസ് കിട്ടിയാൽ, ഇപ്പോൾ ഒരു മലയാളത്തിലൊരു സെൻറ്റൻസ് കിട്ടിയാൽ കുറച്ച് വലിയ സെൻറ്റൻസ് ഒക്കെ കിട്ടിയാൽ നമുക്ക് എങ്ങനെ അത് ഇംഗ്ലീഷിലോട്ട് പറയാമെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മളൊന്ന് ആലോചിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് ആലോചിച്ച് പറഞ്ഞു നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ കൊടുത്ത ഫസ്റ്റ് സെന്റൻസ് എന്താണ്? നിങ്ങൾക്ക് അയാളെ പറ്റി എന്തെങ്കിലും അറിയാമോ? നിങ്ങൾക്ക് അയാളെ പറ്റി എന്തെങ്കിലും അറിയാമോ? ഇതെങ്ങനെ പറയാന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് അയാളെ പറ്റി എന്തെങ്കിലും അറിയാമോ? അപ്പൊ ആദ്യം നമുക്ക് എന്താണ് പറയാ, അറിയാമോ, നിങ്ങൾക്ക് അറിയാമോ എങ്ങനെ ചോദിക്കാം നമുക്ക്? ഡു യു നോ. നിങ്ങൾക്ക് അറിയാമോ എന്ന് എങ്ങനെ ചോദിക്കാം? ഡു യു നോ. ഡു യു നോ, നിങ്ങൾക്ക് അറിയാമോ? എന്തെങ്കിലും എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? എനിത്തിങ് എന്നാണ് അല്ലേ. അപ്പൊ ഡു യു നോ എനിത്തിങ്. ഇനി അയാളെ പറ്റിയിട്ട് എങ്ങനെ പറയാം? അബൌട്ട് ഹിം. അയാളെ പറ്റിയിട്ട് എങ്ങനെ പറയാം? അബൌട്ട് ഹിം. അപ്പൊ ഡു യു നോ എനിത്തിങ് അബൌട്ട് ഹിം. നിങ്ങൾക്ക് അയാളെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയോ? ഡു യു നോ എനിത്തിങ് അബൌട്ട് ഹിം? ഓക്കെ. എനിക്ക് അയാളെ പറ്റി ഒന്നും അറിയില്ല. എനിക്ക് അയാളെ പറ്റി ഒന്നും അറിയില്ല എങ്ങനെ പറയാം? എനിക്കറിയില്ല എങ്ങനെ പറയാം? ഐ ഡോണ്ട് നോ. എനിക്കറിയാമെന്നാവുമ്പോൾ ഐ നോ. അപ്പൊ എനിക്കറിയില്ല എന്നാവുമ്പോൾ ഐ ഡോണ്ട് നോ. ഓക്കെ, അപ്പൊ ഐ ഡോണ്ട് നോ എന്ന് പറയാം അല്ലേ. ഇനി ഒന്നും അറിയില്ല, അപ്പൊ എനിത്തിങ്. ഐ ഡോണ്ട് നോ എനിത്തിങ് ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഹിം. അയാളെ പറ്റിയിട്ട് എനിക്കൊന്നും അറിയില്ല. ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഹിം. ഇത് നമുക്ക് വേണമെങ്കിൽ ഐ നോ നത്തിങ് അബൌട്ട് ഹിം എന്നും പറയാം കേട്ടോ. ഇനി ഈ വർഷം എനിക്ക് സ്ഥലം മാറ്റം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നില്ല. ഈ വർഷം സ്ഥലം മാറ്റം കിട്ടുമെന്ന്, അതായത് നമുക്ക് ട്രാൻസ്ഫർ കിട്ടുമെന്ന് പറയാറില്ലേ. അപ്പൊ ഈ വർഷം എനിക്ക് ട്രാൻസ്ഫർ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നില്ല. എങ്ങനെ പറയാം? അപ്പൊ ഞാൻ ചിന്തിക്കുന്നില്ല, ഐ ഡോണ്ട് തിങ്ക്. ഐ ഡോണ്ട് തിങ്ക് അല്ലേ. ഐ ഡോണ്ട് തിങ്ക്, ഞാൻ ചിന്തിക്കുന്നില്ല എന്ത് ഈ വർഷം എനിക്ക് ട്രാൻസ്ഫർ കിട്ടുന്നില്ലേ. ഐ ഡോണ്ട് തിങ്ക് ഐ ഗെറ്റ് ട്രാൻസ്ഫർ ദിസ് ഇയർ. ഐ ഡോണ്ട് തിങ്ക് ഐ ഗെറ്റ് ട്രാൻസ്ഫർ ദിസ് ഇയർ. ഐ ഡോണ്ട് തിങ്ക്, ഞാൻ ചിന്തിക്കുന്നില്ല, ഐ ഗെറ്റ് എനിക്ക് കിട്ടുമെന്ന് ട്രാൻസ്ഫർ ദിസ് ഇയർ. ഈ വർഷം ട്രാൻസ്ഫർ കിട്ടുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ദെൻ നെക്സ്റ്റ്, അവൾക്ക് എല്ലാം അറിയുമെന്നാണ് അവളുടെ വിചാരം. അവൾക്ക് എല്ലാം അറിയുമെന്നാണ് അവളുടെ വിചാരം. ഇതെങ്ങനെ നമുക്ക് പറയാം? അവളുടെ വിചാരം എന്ന് വെച്ചാൽ അവളുടെ ഒരു ചിന്ത. ഷീ തിങ്സ്, അവള് ചിന്തിക്കുന്നത് എന്ന് പറയാറില്ലേ നമ്മള്. ഷീ തിങ്സ് ഷീ നോസ് എവറിത്തിങ്. ഷീ തിങ്സ് ഷീ നോസ് എവറിത്തിങ്. അവൾ വിചാരിക്കുന്നത് അവൾക്ക് എല്ലാം അറിയാവുന്നാലേ എന്ന് വെച്ചാല് അവൾക്ക് എല്ലാം അറിയുന്നതാണ് അവളുടെ വിചാരം. ഷീ തിങ്സ് ഷീ നോസ് എവറിത്തിങ്. നമ്മൾ അവിടെ സമയത്ത് എത്തുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇതെങ്ങനെ നമുക്ക് പറയാം? നമ്മൾ അവിടെ സമയത്ത് എത്തുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ, നിനക്ക് തോന്നുന്നുണ്ടോ, നീ ചിന്തിക്കുന്നുണ്ടോ, എങ്ങനെ പറയാം? ഡു യു തിങ്ക് അല്ലെ. ഡു യു തിങ്ക്. ഡു യു തിങ്ക്, നീ ചിന്തിക്കുന്നുണ്ടോ? എന്ത്? വി റീച്ച് ദർ, നമ്മളവിടെ എത്തുമെന്ന്, അവിടെ റീച്ച് ചെയ്യുമെന്ന്. ഡു യു തിങ്ക് വി റീച്ച് ദർ ഇൻ ടൈം. സമയത്ത് അവിടെ എത്തുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഡു യു തിങ്ക് വി റീച്ച് ദർ ഇൻ ടൈം. ഡു യു തിങ്ക്, നീ വിചാരിക്കുന്നുണ്ടോ, നീ ചിന്തിക്കുന്നുണ്ടോ? വി റീച്ച് ദർ, നമ്മളവിടെ എത്തുന്നു. ഇൻ ടൈം, സമയത്ത്. നെക്സ്റ്റ്, അയാൾ ഇന്ന് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എന്താണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെ പറയാം? ഐ തിങ്ക്. ഐ തിങ്ക്, ഞാൻ ചിന്തിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു. അയാൾ ഇന്ന് വരുമെന്ന്, അയാൾ ഇന്ന് വരും എന്ന് വെച്ചാൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ വില്ല് വെച്ചിട്ട് വേണം പറയാനായിട്ടല്ലേ. അപ്പൊ ഇങ്ങനെ പറയാം, ഐ തിങ്ക് ഹി വിൽ കം. അയാൾ വരും അല്ലെ. ഐ തിങ്ക് ഹി വിൽ കം ഇന്ന്, ടുഡേ. ഐ തിങ്ക് ഹി വിൽ കം ടുഡേ. അപ്പൊ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ ആലോചിക്കുന്നത്. ഹി വിൽ കം, അയാൾ വരും. ടുഡേ, ഇന്ന്. അപ്പൊ അയാൾ ഇന്ന് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ എന്താണ് വേറെ താമസിക്കുന്നത്? ഇതെങ്ങനെ നമുക്ക് പറയാം? അയാൾ എന്താണ് വേറെ താമസിക്കുന്നത്. അപ്പൊ എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മള് വൈ.
ഹി ആയതുകൊണ്ട് നമ്മൾ ഡസ്. വൈ ഡസ് അയാൾ താമസിക്കുന്നത്. വൈ ഡസ് ഹി ലീവ്. വൈ ഡസ് ഹി ലീവ് എന്താണ് വേറെ താമസിക്കുക എന്നുള്ളത് എന്താണ് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നതിനാണ് നമ്മൾ വേറെ താമസിക്കുക എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇങ്ങനെ പറയാം നമുക്ക് വൈ ഡസ് ഹി ലീവ് സെപ്പറേറ്റ്ലി. വൈ ഡസ് ഹി ലിവ് സെപ്പറേറ്റ്ലി അയാൾ എന്താണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നത്, വേറെ താമസിക്കുന്നത്. അപ്പൊ വൈ ഡസ് ഹി ലിവ് സെപ്പറേറ്റ്ലി. അപ്പൊ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ആയിട്ട് പറയാണ് അതെ അയാൾ വേറെയാണ് താമസിക്കുന്നത്. അപ്പൊ അതെങ്ങനെ പറയാം? അതെ, യെസ്, ഹി ലിവ് സെപ്പറേറ്റ്ലി. യെസ് ഹി ലിവ്സ്. യെസ് ഹി ലിവ്സ് സെപ്പറേറ്റ്ലി. അതെ അയാൾ സെപ്പറേറ്റ് ആണ് താമസിക്കുന്നത്. നിങ്ങളുടെ പ്രായത്തിലുള്ളവർക്ക് ഈ സാരി ചേരില്ല. ഇതെങ്ങനെ പറയാം? നിങ്ങളുടെ പ്രായത്തിലുള്ളവർക്ക് ഈ സാരി ചേരില്ല, അല്ലെങ്കിൽ ഈ ചുരിദാർ ചേരില്ല, ഈ പാൻറ് ചേരില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇതെങ്ങനെ പറയാം നമുക്ക്? ഈ സാരി ചേരില്ല നമുക്ക് ആദ്യം പറയാം കേട്ടോ. ദിസ് സാരി doesn't match. This സാരി doesn't match അല്ലെ, അല്ലെങ്കിൽ doesn't suit എന്ന് പറയാം കേട്ടോ. This സാരി doesn't suit for your age അല്ലെ, for your age. This സാരി doesn't suit for your age. ഈ സാരി നിങ്ങളെ പ്രായത്തിന് ചേരില്ല. നിങ്ങളുടെ ഷർട്ടിന് ഈ ടൈ ചേരില്ല എന്ന് എങ്ങനെ പറയാം? This tie doesn't match. This tie doesn't match your shirt. This tie doesn't match your shirt. ഈ ടൈ നിങ്ങളുടെ ഷർട്ടിന് മാച്ച് ചെയ്യില്ല. അതുപോലെ this saree doesn't suit for your age. ഇവിടെ ഫോർ കാണുന്നില്ല കേട്ടോ. This saree doesn't suit your age. നിങ്ങളുടെ പ്രായത്തിലുള്ളവർക്ക് ഈ സാരി സ്യൂട്ട് ആവില്ല, ചേരില്ല. ഓക്കെ, നെക്സ്റ്റ്, ആർക്കും അയാളുടെ മനസ്സിനെ മാറ്റാൻ കഴിയില്ല. ആർക്കും അയാളുടെ മനസ്സിനെ മാറ്റാൻ കഴിയില്ല. അപ്പൊ ആർക്കും കഴിയില്ല നമുക്ക് ഇങ്ങനെ വരാം. നോബഡി നെഗറ്റീവ് ആട്ടോ. നോബഡി ക്യാൻ ചേഞ്ച്. ആർക്കും കഴിയില്ല. നോബഡി ക്യാൻ ചേഞ്ച് അയാളുടെ മനസ്സിനെ. ഹിസ് മൈൻഡ്. അയാളുടെ മനസ്സ് ഹിസ് മൈൻഡ്. നോബഡി ക്യാൻ ചേഞ്ച് ഹിസ് മൈൻഡ്. നെക്സ്റ്റ്, നിങ്ങൾക്ക് എത്ര മണിയാകുമ്പോൾ വരാൻ കഴിയും? എത്ര മണിയാകുമ്പോ, എത്ര മണി, വാട്ട് ടൈം. ഇനി കഴിയും. വാട്ട് ടൈം ക്യാൻ യു കം. വാട്ട് ടൈം ക്യാൻ യു നിങ്ങൾക്ക് കഴിയും കം വരാൻ. വാട്ട് ടൈം ക്യാൻ യു കം. എത്ര മണിയാകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയും. നെക്സ്റ്റ്, ഭക്ഷണം കഴിക്കാതെ എത്ര ദിവസം നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും? അപ്പൊ എങ്ങനെ പറയാം? എത്ര ദിവസം നിങ്ങൾക്ക് കഴിയും? ഹൗ മെനി ഡേയ്സ് അല്ലെ, എത്ര ദിവസം എന്നുള്ളത് ഇംഗ്ലീഷിൽ ഹൗ മെനി ഡേയ്സ്. ഇനി നിങ്ങൾക്ക് കഴിയും. ഹൗ മെനി ഡേയ്സ് ക്യാൻ യു നിങ്ങൾക്ക് കഴിയും. എത്ര ദിവസം നിങ്ങൾക്ക് കഴിയും ജീവിക്കാൻ? ലിവ്. ഹൗ മെനി ഡേയ്സ് ക്യാൻ യു ലിവ്. ഭക്ഷണം കൂടാതെ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ എങ്ങനെ പറയാം? കൂടാതെ, വിതൗട്ട് എന്നാലേ. കൂടാതെ, വിതൗട്ട് ഫുഡ്. ഭക്ഷണം കൂടാതെ. ഹൗ മെനി ഡേയ്സ് ക്യാൻ യു ലിവ് വിതൗട്ട് ഫുഡ്. ഓക്കെ, അപ്പൊ എത്ര ദിവസം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ ഭക്ഷണം കൂടാതെ ജീവിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ്, അത്തരം ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും എനിക്ക് അവനെ എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? കുറച്ച് വലിയ സെന്റൻസ് ആട്ടോ, എളുപ്പത്തിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത്തരം ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും എനിക്ക് അവനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നാലേ. അപ്പം എനിക്ക് അവനെ എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും, ഇതെങ്ങനെ നമുക്ക് പറയാം? ഹൗ ക്യാൻ ഐ. എനിക്ക് എങ്ങനെ, എങ്ങനെ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഹൗ എന്നാട്ടോ. അപ്പൊ ഹൗ ക്യാൻ ഐ, എനിക്ക് എങ്ങനെ കഴിയും. ഹൗ ക്യാൻ ഐ, കണ്ടുപിടിക്കുക എന്നുള്ളതിന് ഫൈൻഡ്. അപ്പൊ ഹൗ ക്യാൻ ഐ ഫൈൻഡ്, എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും. ഇനി ഹിം, അവനെ. ഹൗ ക്യാൻ ഐ ഫൈൻഡ് ഹിം. ഇനി അത്തരം ആൾക്കൂട്ടത്തിനിടയിൽ. ഇൻ സച്ച് എ അത്തരം. ഇൻ സച്ച് എ ലാർജ് ക്രൗഡ്. ഇൻ സച്ച് എ ലാർജ് ക്രൗഡ്. അത്തരം ആൾക്കൂട്ടത്തിനിടയിൽ എനിക്ക് അവനെ എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും? മനസ്സിലായല്ലോ. അപ്പൊ വലിയ സെന്റൻസ് ആണെങ്കിൽ നമുക്ക് ഒന്ന് ആലോചിച്ച് പിടിച്ചാൽ നമുക്ക് ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ലേ. അപ്പൊ ഈ പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ലേ. അപ്പൊ ഇതുപോലെയുള്ള സെന്റൻസുകൾ നിങ്ങളും സ്വന്തമായിട്ട് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ ലാംഗ്വേജ് നമുക്ക് ഇങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത നല്ലൊരു ക്ലാസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ, ടേക്ക് കെയർ, ബൈ.